ശേഷം അയാൾ ഇങ്ങനെ പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു അധികാരത്തിലേക്ക് കിട്ടിയല്ലോ. അപ്പൊ ജനാധിപത്യം നമ്മൾ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കുക, ഭരണഘടനാ സംവിധാനങ്ങളെ ശിഥിലമാക്കുന്ന നടപടികളാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ രാജ്യത്ത് കണ്ടു തുടങ്ങിയത്. കാരണം നിരവധിയായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റുകൾ, നമുക്കറിയാം നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനമാണ്, സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷെ ആ ഫെഡറൽ സംവിധാനത്തിലേക്ക് കൈകടത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള ഗവർണർമാരെയും അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്ത് സംസ്ഥാനത്ത് എന്ത് ചെയ്യുകയാണ്, പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് BJPയുടെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ ആളിനെ എന്ത് ചെയ്യുന്നത്, കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരേ വീഞ്ഞ്, അതായത് കുപ്പി മാറുന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടെന്ന് കരുതുന്നില്ല. ഇനിയും എന്താണ് നമുക്ക് കാണാം, എന്താണ് ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വർഷമാണ് വരാൻ പോകുന്നത്, ഇനി വലിയ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും കാണാം. പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ്, എല്ലാവരും ഒരു ബൗണ്ടറി വിടുന്നില്ല, ആരും ഗവൺമെന്റ് വിടുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഗവർണറും വിടുന്നില്ല. അതായത് ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് വേണമെങ്കിൽ ശുപാർശ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉണ്ട് ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ. പക്ഷെ അത്തരത്തിലുള്ള കടന്ന കൈയിലേക്ക് എന്ത് ചെയ്യുന്നില്ല ഗവൺമെന്റ്, ഈ പറഞ്ഞ പോലെ ഗവർണർ പോകുന്നില്ല. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത് കൃത്യമായിട്ട് ആളുകളെ എന്ത് ചെയ്യാനാണ്, ഒരു ഷോ കാണിക്കാനാണ്.